വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സയൻസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് കാണുന്ന കുഞ്ഞി പിള്ളേർക്കും അതുപോലെ തന്നെ നമ്മുടെ PSCയിലാണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് ലെവലിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസൊക്കെ ഇംഗ്ലീഷിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ആ ക്ലാസ്സുകളും കൂടി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ അല്ലേ, പിള്ളേർക്കാണെന്നുണ്ടെങ്കിലും കുഞ്ഞു പിള്ളേർക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ PSC പഠിക്കുന്ന അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉള്ള എക്സാമുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ പറയുന്നത് ദ ചെയിൻ ഓഫ് ലൈഫ് എന്നാണ് കേട്ടോ ചാപ്റ്ററിൻ്റെ പേര് പറയുന്നത്. ചെയിൻ ഓഫ് ലൈഫ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് പറയുന്നത്. ഒബ്സർവ് ദ പിക്ചർ, വിച്ച് ബേർഡ് ഈസ് ഇൻ ദ പിക്ചർ. ഇവിടെ നോക്കിയേ ഏത് ബേർഡാണ് അവിടെ നൽകിയിരിക്കുന്നത്? നീലപ്പൊന്മാനാണ് അല്ലേ, കിങ് ഫിഷറാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്ത് കാരണമാണ് കിങ് ഫിഷർ ഈ വാസസ്ഥലത്തിൻ്റെ അടുത്ത് കുളത്തിൻ്റെ അടുത്തൊക്കെ വാസസ്ഥലം ആക്കുന്നതും അതുപോലെ തന്നെ അവരവിടെ താമസിക്കുന്നതും ഇരിക്കുന്നതൊക്കെ എന്തിനാണെന്നാണ് പറയുന്നത്? The kingfisher lives in burrows on river banks or near ponds. They mostly choose place near water sources where they can fish എന്നാ പറയുന്നത്. അവർക്ക് അവിടെ ജീവിക്കുന്നത് എന്താ കാരണമാണ്? അവർക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും? ഫിഷ് കിട്ടും അല്ലേ. അപ്പോൾ ഫിഷ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവരവിടെ ഇതിൻ്റെ അടുത്ത് പോയിട്ട് താമസിക്കുന്നത് അല്ലേ. There are many creatures around who eat various kinds of food. What are the different types of food they eat? എന്തൊക്കെ ഫുഡാണ് അവിടെ കഴിക്കുന്നത്? എന്തൊക്കെ മീൻ, ഫിഷ് കഴിക്കും അല്ലേ, അതുപോലെ തന്നെ അവിടെയുള്ള സസ്യങ്ങൾ കഴിക്കും അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഇവർ കഴിക്കുന്നത്. വാട്ട് ഈസ് ദ മെയിൻ ഫുഡ് ഓഫ് ഗോട്ട്? ഗോട്ടിൻ്റെ സസ്യങ്ങൾ ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? സസ്യങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ എന്തായിരിക്കും? ഗ്രാസാണ് കൂടുതലായിട്ട് ഗോട്ട് എന്ത് ചെയ്യുന്നത്? ഈറ്റ് ചെയ്യുന്നത് അല്ലേ. വിത്ത് അതർ ക്രിയേച്ചേഴ്സ് ഫീഡ് പാർട്ട് ഓഫ് പ്ലാന്റ്. ഡീർ, റാബിറ്റൊക്കെ എന്താണ്? കുറേ ക്രിയേച്ചേഴ്സാണല്ലേ ഇവിടെ കാണപ്പെടുന്ന ജീവവർഗ്ഗങ്ങളാണ് ഡീറും അതുപോലെ തന്നെ റാബിറ്റ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ നമ്മളുടെ ഭൂമിയിൽ കാണപ്പെടുന്ന കുറച്ച് ജീവികളാണ്. ഇനി ഫുഡ് ആൻഡ് ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് നൽകിയിട്ടുണ്ട് അല്ലേ. ഇവിടെ നോക്കിയൊക്കെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. ആ പിക്ചറിൽ ഒരു തവള ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെയാണ്? പുൽച്ചാടി ഇരിക്കുന്നുണ്ട്, പിന്നെ നോക്കിയേ ഞണ്ടുണ്ട്, ആമുണ്ട്, കൊക്കുണ്ട്, കാക്കുണ്ട്, തുമ്പിയൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവരൊക്കെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? കാക്ക എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നുണ്ടായിരിക്കുക? ഫിഷസിനെ കഴിക്കാനായിരിക്കും അല്ലേ. സ്മോൾ ഫിഷസിനെ കഴിക്കുന്നതിന് വേണ്ടിയായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ തവള എന്നിവയൊക്കെ ഉണ്ട് അല്ലേ. ഇവരൊക്കെ അതിനടുത്ത് ഈ ഫിഷിനെ നോക്കിയിരിക്കുന്നവരായിരിക്കും അല്ലേ. Every creature in the picture feeds on some other organism. Small fishes feed on plants. Large fishes feed on small fishes അല്ലേ. സ്മോൾ ഫിഷസ് എന്താണ് ചെയ്യുന്നത്? പ്ലാന്റ്സിനെയാണ് കഴിക്കുന്നത്. ലാർജ് ഫിഷസ് ആണെന്നുണ്ടെങ്കിൽ സ്മോൾ ഫിഷസിനെയാണ് കഴിക്കുന്നത്. അപ്പോൾ നോക്കിയേ നമുക്കൊരു ചെയ്ത് നോക്കാമല്ലോ. ഒരു പ്ലാന്റിനെ കഴിക്കുന്നത് സ്മോൾ ഫിഷിനായിരിക്കും. അതുപോലെ തന്നെ ആരെ കഴിക്കും? വേം കഴിക്കും അല്ലേ. അപ്പോൾ സ്മോൾ ഫിഷിനെ കഴിക്കുന്ന ആരാണ്? ലാർജ് ഫിഷ് കഴിക്കും. അതുപോലെ തന്നെ ഫ്രോഗ് കഴിക്കും. ഫ്രോഗിനെ ആര് കഴിക്കും? ക്രേ ഇല്ലേ, കൊക്ക് കഴിക്കും അല്ലേ. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരു ചെയിൻ ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ മണ്ണിരേനെ ആരൊക്കെ കഴിക്കും? നമ്മളുടെ ക്രോ കഴിക്കും അല്ലേ. അതുപോലെ തന്നെ എന്തൊക്കെ കഴിക്കും? പക്ഷികളെല്ലാവരും ബേർഡ്സൊക്കെ കഴിക്കുന്നുണ്ട് അല്ലേ. വാം കഴിക്കുന്നുണ്ട്. നോക്കിയേ ലിങ്ക് ടുഗദർ എന്ന് പറഞ്ഞിട്ട് നൽകിയിട്ടുണ്ട്. പ്ലാന്റ് കഴിക്കുന്ന ആരാണ്? ഡീർ, റാബിറ്റ് ആൻഡ് ഗ്രാസ് ഹോപ്പർ ആർ പ്ലാന്റ് ഈറ്റിംഗ് ക്രിയേച്ചേഴ്സ് അല്ലേ. പ്ലാന്റ് ആരൊക്കെയാണ്? ഡീർ, റാബിറ്റ്, ഗ്രാസ് ഹോപ്പറൊക്കെ കഴിക്കുന്നുണ്ട്. ആരാണ് പ്ലാന്റ്സ് ഒക്കെ കഴിക്കുന്നത്? ഡീർ, റാബിറ്റ്, ഗ്രാസ് ഹോപ്പർ എന്നിവയൊക്കെ എന്ത് കഴിക്കുന്നുണ്ട്? പ്ലാന്റ്സ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഡീറിനെ കഴിക്കുന്ന ആരാണ്? കടുവ കഴിക്കും അല്ലേ. മാന ഭക്ഷിക്കുന്ന ജീവികളും എന്തുണ്ട്? നമ്മുടെ ചുറ്റുപാടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ലിവിങ് ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ അനദർ ഫോർ ഫുഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ലിവിങ് ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ഓരോ ജീവികളും മറ്റൊന്നിനെ ആശ്രയിച്ചിട്ടാണ് ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദിസ് ഇൻ്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഇൻ ദ ഫുഡ് വെബ്. ദിസ് ഇൻ്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് ദ ഫുഡ് വെബ് എന്നാ പറഞ്ഞത്. ഇങ്ങനെ റിലേഷൻഷിപ്പിലുണ്ടായിരിക്കും അല്ലേ. ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കുന്ന ഈ ഒരു ടേമിനെയാണെന്ന് പറയുന്നത് ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ജീവികളും മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുകയാണ് അല്ലേ, ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്.
ഇനി കോ എക്സിസ്റ്റൻസ് അറ്റ് സീ നമുക്ക് നോക്കി നോക്കിയാൽ സീയിൽ എന്തൊക്കെ റിലേഷൻഷിപ്പാണ് ഫുഡ് റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കാൻ നമുക്ക് നോക്കി നോക്കാം. ഹാവ് യു സീൻ ദ വേരിയസ് ഫുഡ് റിലേഷൻഷിപ്പ് ഓൺ ദ ലാൻഡ്? ഇൻ ദിസ് വേ ദ സീ ഓൾസോ ഹാസ് വേരിയസ് ഫുഡ് റിലേഷൻഷിപ്സ്. ഏതൊക്കെയാണ്? ഷാർക്ക്, സെറാഡൈൻ, സ്മോൾ ഫിഷസ്, സീ ടേർട്ടിൽ, പ്ലാങ്ക്ടൺ അല്ലേ. ഷാർക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഷാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ സ്രാവ് അല്ലേ, അതുപോലെ തന്നെ സാർഡൈൻ, മത്തി, സ്മോൾ ഫിഷസൊക്കെ എന്തുണ്ട്? എന്നിവയൊക്കെ എന്താണ്? കടലാം എന്നിവയൊക്കെ എന്തിൽ കാണപ്പെടുന്നുണ്ട്? ഇവിടെ പ്ലാങ്ക്ടൺ പറഞ്ഞിട്ടുണ്ടല്ലേ. പ്ലാങ്ക്ടൺ എന്ന് വെച്ചാൽ എന്താണ്? പ്ലവകങ്ങൾ എന്നാണ് കേട്ടോ മലയാള വേർഡ് പറയുന്നത്. അപ്പോൾ അതായത് ഒരു സസ്യം പോലെയുള്ള ഇതിനെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ എന്തുണ്ട്? കടയിലുണ്ട്. നോക്കിയേ, ഷാർക്കിൻ്റെ ഫുഡ് ഏതൊക്കെയാണ്? സ്കിഡ്, ഫിഷസ്, സീ ടേർട്ടിലൊക്കെ ഷാർക്കിൻ്റെ ഫുഡാണ് അല്ലേ. സ്കിഡ്, ഫിഷസ്, സീ ടേർട്ടിൽ. അതുപോലെ തന്നെ സാർഡൈനിയോ സ്മോൾ ഫിഷസ്, പ്ലാങ്ക്ടൺ, സീ ടേർട്ടിലോ പ്ലാന്റ് പാർട്സ്, ഫിഷസൊക്കെ സീ ടേർട്ടിലിനെയാണ്. അതുപോലെ തന്നെ സ്മോൾ ഫിഷസോ പ്ലാങ്ക്ടണിനെയാണ് അല്ലേ. അപ്പോൾ ഷാർക്ക്, സ്കിഡ്, ഫിഷസ്, സീ ടേർട്ടിൽ, സാർഡൈൻ, സ്മോൾ ഫിഷസ്, പ്ലാങ്ക്ടൺ, സീ ടേർട്ടിൽ, പ്ലാന്റ് പാർട്സ്, ഫിഷസ്, സ്മോൾ ഫിഷസ്, പ്ലാങ്ക്ടൺ. ഇനി എന്താണ് പ്ലാങ്ക്ടൺ അല്ലെങ്കിൽ പ്ലവകങ്ങൾ എന്ന് പറയുന്നത്? പ്ലാങ്ക്ടൺസ് ആർ സ്മോൾ പ്ലാന്റ്സ് ദാറ്റ് ഫ്ലോ ഫ്രീലി ഇൻ വാട്ടർ ബോഡീസ് എന്ന് പറഞ്ഞത്. പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത് ഒരു സ്മോൾ പ്ലാന്റ് ആണ്. അതെന്താണ്? ഭയങ്കര ഫ്രീ ആയിട്ട് വാട്ടറിൽ ഭയങ്കര ഫ്രീ ആയിട്ട് ഒഴുകിക്കൊണ്ട് നടക്കുന്നവയാണ് അല്ലേ. ഫ്ലോ ആയി ചെയ്തിരിക്കുകയാണ്. ദേ ആർ ദ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഹാബിറ്റേറ്റ് സിസ്റ്റം ഓഫ് ദ ഓഷ്യൻ. കടലിലെ സസ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? പ്ലവകങ്ങളാണ്. കടലിലെ, അതായത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഓഷ്യനിലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? പ്ലാങ്ക്ടൺ ആണ് ഓഷ്യൻസിലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി സോ മെനി ഫുഡ് റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ. കുറേ റിലേഷൻഷിപ്പുകൾ നമ്മളുടെ കടലിലാണെന്നുണ്ടെങ്കിലും ചുറ്റുപാടും കിടക്കുന്നുണ്ട്. ഒബ്സർവ് എ ട്രീ ഇൻ യുവർ സറൗണ്ടിങ്സ് കണ്ടിന്യൂസ്ലി ഫോർ എ ഫ്യൂ ഡേയ്സ്. ഡു എ ഫുഡ് വെബ് ഇൻ യുവർ സയൻസ് ഡയറി ദാറ്റ് ഇൻക്ലൂഡ്സ് ദ ഓർഗാനിസം യു അബ്സർവ്ഡ്. എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ കുറച്ച് ദിവസം നമ്മുടെ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കാം. അതുപോലെ തന്നെ ഒരു മരം നോക്കിയിട്ട് ആ മരത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, അവിടെ എന്തൊക്കെ ഫുഡ് ചെയിനാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നോക്കാനുണ്ടോ പറഞ്ഞേക്കുന്നത്. ഇനി ഫോർ സർവൈവൽ അപ്പം എന്താണ് നോക്കി, ഒരു പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ. ഒബ്സർവ് ദ പിക്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. ഇതിലെന്തൊക്കെയുണ്ട്? കൊക്കുണ്ട്, തവളയുണ്ട്, അതുപോലെ തന്നെ താറാവുണ്ട് അല്ലേ, ഡക്കുണ്ട്, പിന്നെ എന്തൊക്കെയാണ്? ടർട്ടിലുണ്ട്, പിന്നെ ബട്ടർഫ്ലൈ ഉണ്ട്. അങ്ങനെ പല സസ്യങ്ങളും ജന്തുക്കളൊക്കെ ഇതിൽ കാണപ്പെടുന്നുണ്ട് ഈ പിക്ചറിൽ അല്ലേ. നോക്കി, സൺലൈറ്റ്, അക്വാട്ടിക് പ്ലാന്റ്സ് എന്നിവയൊക്കെ എന്തുണ്ടാവും ഇതിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ വാട്ട് എ കോമ്പോണൻസ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ്? ഫിഡ്സ് നമ്മുടെ ഫിഷിന് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്നത്? സൺലൈറ്റ് ഉണ്ട് അല്ലേ, സൺലൈറ്റ് ഉണ്ട്. അക്വാട്ടിക് പ്ലാന്റ്സ്, അതായത് എന്താ? സൂര്യപ്രകാശവും അതുപോലെ തന്നെ എന്തൊക്കെയാണ് അവിടെ എന്തൊക്കെയുണ്ട്? ഫിഷിന് സർവൈവ് ചെയ്യാനായിട്ട് കുറച്ച് പ്ലാന്റ്സുകളും ഉണ്ട്. ഡോണ്ട് യു തിങ്ക് ദ അതർ ഓർഗാനിസം ഇൻ ദ പോണ്ട് ഓൾസോ നീഡ് ദ ദീസ് കമ്പോണൻസ് ടു സർവൈവ് എന്നാ പറഞ്ഞേക്കുന്നത്? ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും നമ്മുടെ എന്തിലുണ്ട്? നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും. ലിവിങ് തിങ്സ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ജീവനുള്ളവയാണ് അല്ലേ. നോൺ ലിവിങ് തിങ്സ് പാറ, കല്ല്, അങ്ങനത്തെ സംഭവങ്ങൾ, മണ്ണൊക്കെ എന്താണ്? നോൺ ലിവിങ് തിങ്സ് ആണ് അല്ലേ. ഇനി ദ ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് നൽകിയിട്ടുണ്ട്. നോക്കി നോക്കിയാൽ എ പേഡി ഫീൽഡ് ഈസ് എൻ എൻവയോൺമെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ കമ്പോണൻസ് നെസസറി ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് വേരിയസ് ഓർഗാനിസം. അപ്പാർട്ട് ഫ്രം ഫിഷ് ഇറ്റ് ഓൾസോ ഹാബിറ്റേറ്റ് ടു മെനി അതർ ക്രിയേച്ചേഴ്സ് അല്ലേ. നോക്കിയേ, ഇവിടെ നമുക്കൊരു പേഡി ഫീൽഡ് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പൂന്തോട്ടം നൽകിയിട്ടുണ്ട്, ഒരു ഗാർഡൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ എന്തൊക്കെയുണ്ട്? ഫ്ലവേഴ്സ്, ബട്ടർഫ്ലൈസ്, പിന്നെ എന്തൊക്കെയാണുള്ളത്? ട്രീസ്, ഫ്ലവേഴ്സിനെയൊക്കെ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫിഷിന് പുറമെ ഇതൊക്കെ എന്താണ്? നമ്മുടെ ചുറ്റുപാട്, നമ്മളുടെ പരിസരത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ. ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഈസ് എ ഹാബിറ്റേറ്റ് ടു മെനി ക്രിയേച്ചേഴ്സ് എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലായി ഇതിനുള്ളിൽ എന്തൊക്കെയുണ്ട്? ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സ് ഉണ്ട് അല്ലേ. സസ്യങ്ങളും ജന്തുക്കളും അതുപോലെ തന്നെ ബട്ടർഫ്ലൈസൊക്കെ എന്താണ്? ലിവിങ് തിങ്സ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ എന്താണ്? ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും നമുക്ക് പിക്ചറിൽ കാണുന്നതിനായിട്ട് പറ്റും.
ഇവിടെ പിക്ചറിൽ നൽകിയിട്ടുണ്ടല്ലോ, അതൊക്കെ എന്തുട്ടാന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെയാണ്? ഗ്രാസ് ലാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ഡെസേർട്ട് മരുഭൂമി ഉണ്ട് അല്ലേ. അപ്പോൾ കണ്ടൽ കാടുകളുണ്ട്. പിന്നെന്തൊക്കെയാണ് കാണപ്പെടുന്നത് ഇതിൽ പിക്ചറിൽ കാണപ്പെടുന്നത്? ഓക്കെ, അവിടെ ഫുഡ് കാർട്ട് നൽകിയിട്ടുണ്ട്. നമ്മളുടെ ഒരു ഇത് കാക്കയാണ്. കാക്ക എന്ന് പറയുമ്പോൾ ക്രോ ആണ് അല്ലേ. ക്രോയുടെ ഫുഡ് എന്ന് പറയുന്നത് ഇതാണ്: സ്മോൾ ക്രിയേച്ചേഴ്സ്, ഫ്രൂട്ട്സ്, ഗ്രെയിൻസ്, ഫുഡ് വേസ്റ്റ്, റിമൈൻസ് ഓഫ് ഡെഡ് ഓർഗാനിസം എന്നിവയൊക്കെ എന്താണ്? ക്രോൻ്റെ ഫുഡാണ് അല്ലേ. അതുപോലെ തന്നെ ഗോട്ട്, ആടിൻ്റെ ഫുഡ് ഏതൊക്കെയാണ്? ഗ്രാസ്, ലീവ്സ്, ഗ്രെയിൻസ് എന്നിവയൊക്കെ എന്താണ്? ഗോട്ടിൻ്റെ ഫുഡാണ്. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ നമ്പേഴ്സ് ഗോ അപ്പ് ഓർ ഡൗൺ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നമുക്ക് കൂടുതലായിട്ട് മെയിനായിട്ട് പറയുന്നത് ടൈഗറിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ടൈഗർ നമ്മുടെ ഈ ഒരു കണ്ണിൽ ടൈഗർ ഇല്ലാതായിരുന്നുവെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? കാരണം എന്താ, ടൈഗറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറേ പേരുണ്ട്. ഇപ്പോൾ നോക്കിയാൽ പ്ലാന്റിനെ കഴിക്കുന്നത് ആര്? ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നുണ്ട്. ഗ്രാസ് ഹോപ്പറിനെ ആര് കഴിക്കുന്നുണ്ട്? ഹെൻ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതെ ചെന്നായ ഉണ്ടല്ലേ, വോൾഫ് ഉണ്ട്. അതുപോലെ തന്നെ അതിന് കടുവ കഴിക്കുന്നുണ്ട്. പിന്നെ നോക്കി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സസ്യത്തിനെ ആര് കഴിക്കുന്നുണ്ട്? മാൻ കഴിക്കുന്നുണ്ട്. മാൻ ആര് കഴിക്കുന്നുണ്ട്? കടുവ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ കടുവ നമ്മുടെ ഇതിൽ ടൈഗർ നമുക്ക് ഇതിലില്ലാന്നുണ്ടെങ്കിൽ ഇവരൊക്കെ കഴിക്കാൻ ആരെങ്കിലും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ പെരുകി കൂടിപ്പോവും അല്ലേ. അതുപോലെ തന്നെ അപ്പോൾ അതൊക്കെ നമ്മുടെ എന്തിന് നാശം സംഭവിക്കും? നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ എക്കോസിസ്റ്റത്തിന് തന്നെ എന്ത് സംഭവിക്കും? നാശം സംഭവിക്കും അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് വൈ ടൈഗർ കൺസർവേഷൻ, എന്തിനാണ് നമ്മൾ ടൈഗറിന് ഇത്ര പ്രാതിനിധ്യം കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ദ ടൈഗർ ഈസ് വൺ അമംഗ് ദ ഹയസ്റ്റ് ലിങ്ക് ഇൻ ദ ഫുഡ് വെബ് എന്ന് പറഞ്ഞേക്കുന്നത്. ഫുഡ് വെബിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ലിങ്ക് എന്ന് പറയുന്നത് ആരാണ്? ടൈഗറാണ്. ഓർഗാനിസം ഇൻ ഈച്ച് ലിങ്ക് പ്ലേ കീ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ഹെൽത്തി നമ്പേഴ്സ് ഓഫ് ഹെർബിവോഴ്സ് ആൻഡ് കാർണിവോഴ്സ് ഇൻ എൻ എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിൽ എന്താണ്? കുറേ ഹാർബിവോഴ്സും കാർണിവേഴ്സും ഉണ്ട്. അതായത് സസ്യബുക്കുകളും മാംസബുക്കുകളും. അതായത് എന്താ, സസ്യങ്ങളെ കഴിക്കുന്ന ജന്തുക്കളും അതുപോലെ തന്നെ മാംസം കഴിക്കുന്ന ജന്തുക്കളും ഉണ്ട്. ഇഫ് സം ഓർഗാനിസം ഇൻ ദ ലോവർ ലിങ്ക്സ് ഓഫ് ദ ഫുഡ് വെബ് ഡിസപ്പിയർ എന്നാ പറഞ്ഞേക്കുന്നത്. ഇതിൽ നിന്നും ഈ ലോവർ ലിങ്കിലുള്ള കുറച്ച് ഫുഡ് വെബിലുള്ള കുറച്ച് പേര് നമുക്ക് കാണാതാവാണ്, നശിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ മേ റീപ്ലേസ്ഡ് ബൈ അതർ ഓർഗാനിസം ദാറ്റ് പെർഫോം ദ സെയിം ഫങ്ഷൻ. അതായത് കുറേ പേരുണ്ട് അല്ലേ. ഈ ലോവർ ലിങ്ക്സിൽ കുറേ പേരുണ്ടായിരിക്കും. അപ്പോൾ അവരിൽ ഒരാൾ പോവാണ് അല്ലെങ്കിൽ ഒരാൾ നശിക്കുകയാണെങ്കിൽ തന്നെ വേറെയും കുറച്ച് പേരുണ്ടായിരിക്കാം. എന്നാൽ ഇഫ് ദർ ആർ നോ അതർ ക്രിയേച്ചേഴ്സ് ലൈക്ക് ദ ടൈഗർ ദർ ആർ നോ വൺ ടു പെർഫോം ഇറ്റ്സ് ഫങ്ഷൻസ് എന്താ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു അല്ലേ, നമുക്ക് ഇതിലെ ചെറിയ ജീവികളൊക്കെ നശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫങ്ഷൻസ് തന്നെ പെർഫോം ചെയ്യണ വേറെ ജീവികൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഹയർ ലിങ്ക് ആയിട്ടുള്ള കടുവയെ പോലെയുള്ള ആൾക്കാർക്ക് അവർ ചെയ്യണ ഫങ്ഷൻസ് ഒന്നും വേറെ ജീവികൾക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ദ ഫോർ കൺസർവേഷൻ ഓഫ് ഹൈ റാങ്കിങ് ഓർഗാനിസം ലൈക്ക് ദ ടൈഗർ ഈസ് എ പ്രയോറിറ്റി. ബൈ കൺസർവിങ് ടൈഗേഴ്സ് എ ലാർജർ ഹാബിറ്റേറ്റ് ഈസ് ബീങ് കൺസർവ്ഡ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് ദ ഇൻവേർഡേഴ്സ് എന്ന് പറയുന്നത്? ദ ആഫ്രിക്കൻ കാറ്റ് ഫിഷിനെ കുറിച്ച് നൽകിയിട്ടുണ്ട്. ദ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് ഈസ് എ ഫിഷ് ഫൗണ്ട് ഇൻ ദ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്. ദേ ഗ്രോ ആൻഡ് മൾട്ടിപ്ലൈ വെരി ക്വിക്ക്ലി. ദേ ആർ ഫൗണ്ട് ഈസ് എൻ ഇൻവേസീവ് ഫിഷ് ഇൻ സം വാട്ടർ ബോഡീസ് ഓഫ് കേരളം. കേരളത്തിൽ കാണപ്പെടുന്നതാണ് അല്ലേ. ഒരു ടൈമിൽ ഈ കേരളത്തിൽ എന്ത് വന്നിട്ടുണ്ടായിരുന്നു? ഈ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് എന്ന് പറയുന്നത് നമ്മുടെ കുളത്തിലൊക്കെ സസ്യങ്ങളുണ്ടായിരിക്കില്ല. സസ്യങ്ങൾ കഴിക്കേണ്ടവരുടെ മെയിനായിട്ടുള്ള ജോബ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ സസ്യങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കൂടുതലായിട്ട് പെറ്റുപെരുക്കും. പക്ഷെ നമുക്കതിന് ആവശ്യമില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യാനായിട്ട് പറ്റും? അങ്ങനെ വന്നപ്പോൾ ഈ ആഫ്രിക്കൻ മുഷി വന്നപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മുടെ അതായത് കേരളത്തിൽ വന്നപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് പറയുന്നത്. ദ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് ഈസ് എ ഫിഷ് ഫൗണ്ട് ഇൻ ദ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലുള്ളതാണ്. ദേ ഗ്രോ ആൻഡ് മൾട്ടിപ്ലൈ വെരി ക്വിക്ക്ലി. ദേ ആർ ഫൗണ്ട് ഈസ് ഇൻ ഇൻവേസ്
sea fish on some water bodies of Kerala. The African catfish feeds on native fish in the water bodies. അത് നമ്മുടെ ചെറിയ ചെറിയ ജീവികളൊക്കെ എന്ത് കഴിക്കും? ഈ ആഫ്രിക്കൻ മുഷി കഴിക്കും. The organisms that feed on the African catfish are not found in our water bodies. What will happen to the habitat if an African catfish reaches in a local pond? അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ മീനുകളൊന്നും നമ്മുടെ ഇതിലുണ്ടായിരിക്കില്ല, അല്ലേ, കുളത്തിലുണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ സസ്യങ്ങളൊക്കെ കുറവായിരിക്കും. ഇത് കൂടുതലായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇവിടെ നമുക്കൊരു ഫുഡ് ചെയിൻ നൽകിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച ഫുഡ് ചെയിൻ പോലെ തന്നെ അല്ലേ, ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും. ഗ്രാസ് ഹോപ്പർ കഴിക്കും, അതിനെ ഹെൻ കഴിക്കും, പിന്നെ വോൾഫ് കഴിക്കും, പിന്നെ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെ കഴുകൻ കഴിക്കും അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയുന്നത്. ഈഗിളൊക്കെ കഴിക്കും. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ എന്താണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്? എ സിംഗിൾ സീക്വൻസസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ് ships from the food babies is a food chain. എന്താ പറഞ്ഞത്? എ സിംഗിൾ സീക്വൻസസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്സ് ഫ്രം ദ ഫുഡ് വെബ് ഈസ് ദ ഫുഡ് ചെയിൻ. അതായത് നമ്മളൊരു ഫുഡ് വെബ് എന്ന് പറയുമ്പോൾ കുറേ പേര് നൽകിയിട്ടുണ്ട് അല്ലേ. ഇതിൽ ഒരു ചെയിനാണെന്ന് പറയുന്നത് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഫുഡ് ചെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതാണ് എന്തെന്ന് പറയുന്നത് ഒരു ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നോക്കാം എന്താണ് ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. എങ്ങനെയാണ് പ്ലാന്റ്സിൽ ഫുഡ് പ്രൊഡക്ഷൻ നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് വഴിയാണ് അല്ലേ. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രകാശ സംശ്ലേഷണം വഴിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നത്? പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടറും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ആര് യൂസ് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സ് യൂസ് ചെയ്യും അല്ലേ, ഫുഡ് ഉണ്ടാക്കുന്നതിനായിട്ട്. ഫോർ ദീസ് ദേ യൂസ് ദ എനർജി ഫ്രം സൺലൈറ്റ്. ഇത് എവിടെ നിന്നാണ്? സൺലൈറ്റിൽ നിന്നുള്ള എനർജിയാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ആക്ടിവിറ്റി ഈസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. ഈ ആക്ടിവിറ്റീനെയാണ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ക്ലോറോഫിൽ ഈസ് എ പിഗ്മെൻറ്റ് ഇൻ ദ ലീവ്സ് ദാറ്റ് ഹെൽപ്പ് പ്ലാന്റ്സ് ടു പ്രൊഡ്യൂസ് ഫുഡ്. അതായത് ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് ഉണ്ട്. എവിടെ? അതായത് ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു വർണ്ണകമുണ്ട്. ഈ വർണ്ണകം എവിടെയാണുള്ളത്? പ്ലാന്റ്സിലെ ലീവ്സിലെ ഇലകളിലാണ് കാണപ്പെടുന്നത്. അതാണ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്സിജൻ ഈസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ആക്ടിവിറ്റി. അങ്ങനെ ഫോട്ടോസിന്തസിസിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ഓക്സിജൻ ലഭിക്കും. അപ്പോൾ ഓക്സിജനും എന്ത് ലഭിക്കുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഇനി സോഴ്സസ് ഓഫ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം. യു ഹാവ് സീൻ ദ സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. നമുക്കറിയാം അല്ലേ, പ്ലാന്റ്സിൽ ഫുഡ് പ്രൊഡക്ഷൻ നടക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നതിന് വേണ്ടി സൺലൈറ്റ് അത്യാവശ്യമാണ്. അപ്പോൾ സൺലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് എന്ത് മാക്സിമം സൺലൈറ്റ് വേണം അല്ലേ. ദ ലീവ്സ് ഓഫ് പ്ലാന്റ്സ് ആർ അറേഞ്ച് ഇൻ എ സച്ച് എ വേ ദാറ്റ് ദ റിസീവ് മാക്സിമം സൺലൈറ്റ്. മാക്സിമം സൺലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ സസ്യങ്ങളും എന്ത് ചെയ്തേക്കുന്നത്? അറേഞ്ച് ചെയ്തേക്കുന്നത്. അതായത് ചെമ്പരത്തിക്കാണെന്നുണ്ടെങ്കിൽ നോക്കി നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അല്ലേ ഇലകളൊക്കെ വന്നിരിക്കുന്നത്, ലീവ്സ് നൽകി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ തുളസിക്കാണെന്നുണ്ടെങ്കിലോ ഒരെണ്ണത്തിന് നേരെ ആയിട്ടല്ലേ, നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. മറ്റേതാണെന്നുണ്ടെങ്കിൽ കുറച്ച് നീങ്ങിയിട്ടായിരുന്നു അല്ലേ. ഇനി എന്നിട്ട് ഏലംപല എന്ന് പറയുന്നൊരു ചെടിയുണ്ട്, ബ്ലാക്ക് പോട്ട് ട്രീ ആണ്. അതെന്ന് പറയുമ്പോൾ ഒരു ചെടിയിൽ തന്നെ ഒരു ഇതിൽ തന്നെ എന്താണ് ഒരു പോയിന്റിൽ തന്നെ കുറേ ഇലകൾ വന്നിട്ടുണ്ട്. അങ്ങനെ പല വ്യത്യസ്ത ഇലകളായിട്ടാണ് സൂര്യപ്രകാശം എങ്ങനെയാണ് സൺലൈറ്റ് എങ്ങനെയാണ് കിടുന്നതിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കറിയാലേ നമ്മുടെ ചുറ്റുപാടും പല നിറത്തിലുള്ള കളറിലുള്ള എന്തുണ്ട് കുറേ ചെടികളുണ്ടെന്ന് അല്ലേ. ദ ലീവ്സ് ആർ ഗ്രീൻ ഇൻ ജനറൽ. നമുക്കറിയാം പല കളർ ഇലകളുടെയും കളർ എന്ന് പറയുന്നത് എന്താണ്? പച്ചയാണ്. ബട്ട് യു മോസ്റ്റ് ഓൾസോ ഹാവ് നോട്ടീസ്ഡ് മൾട്ടി കളേർഡ് ലീവ്സ് അല്ലേ. പല കളറിലുള്ള ലീവ്സുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? സ്പിനാഷിനാണെന്നുണ്ടെങ്കിൽ റെഡ് കളർ, ചീരയ്ക്ക് ചുവപ്പ് കളർ ഉണ്ട് അല്ലേ. അപ്പോൾ ഇനി എന്താണ് ക്ലോറോഫിൽ? അതായത് ക്ലോറോഫിൽ ഈസ് ദ ഗ്രീൻ പിഗ്മെൻറ്റ് ഇൻ ലീവ്സ്. അതായത് ലീവ്സിന് ഇലകൾക്ക് പച്ച നിറം നൽകുന്ന ഒരു പിഗ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ക്ലോറോഫിലാണ്. ക്ലോറോഫിൽ ഈസ് ദ ഗ്രീൻ പിഗ്മെൻറ്റ് ഇൻ ലീവ്സ്. ഇനി ഡൈവേഴ്സിറ്റി ഇൻ കളർ എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട്. എന്താണ്? ഓരോ കളറും നമുക്കറിയാം. ഇപ്പോൾ ക്യാരറ്റിനുള്ളത് ഓറഞ്ച് കളറാണ്. ഇങ്ങനെ പല ഇതിനും ഫ്രൂട്ട്സിനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പച്ചക്കറികൾക്കാണെന്നുണ്ടെങ്കിലും വെജിറ്റബിൾസിനാണെന്നുണ്ടെങ്കിലും എന്താണ്?
കളർ നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ നൽകുന്ന പിഗ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റെഡ് കളർ ആണെന്നുണ്ടെങ്കിൽ നോക്കി നോക്കിയേ, റെഡ് കളർ ആണെന്നുണ്ടെങ്കിൽ ആന്തോസിയാനിനാണ്, ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ കരോട്ടീനാണ്, യെല്ലോ ആണെന്നുണ്ടെങ്കിൽ സാന്തോഫില്ലാണ്. അപ്പോൾ റെഡ് ആന്തോസിയാനിൻ, ഓറഞ്ച് കെരോട്ടിൻ, യെല്ലോ സാന്തോഫില. ഇനി ഗ്യാസസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. നമ്മുടെ പ്ലാന്റ്സ് പല വാതക വിനിമയം നടക്കുന്നുണ്ട്. ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്തു വിടുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റ് പ്രവർത്തനം നടക്കുന്നുണ്ടല്ലോ, ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നുണ്ട്. അറ്റ് ദ ടൈം ഓഫ് ഫോട്ടോസിന്തസിസ് സമയത്ത് മാത്രമാണ് ഇത് സംഭവിക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്തു വിടുന്നത്. അപ്പോൾ നോക്കി നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് അന്തരീക്ഷത്തിലുള്ളത് എന്താണ്? നൈട്രജനാണ് കൂടുതലായിട്ട്. ഏറ്റവും കൂടുതൽ മോസ്റ്റ് പാർട്ട് നൈട്രജനാണ്. പിന്നെയാണ് ഓക്സിജൻ വരുന്നത്, പിന്നെയാണ് ആർഗൺ വരുന്നത്, പിന്നെ അതേഴ്സ് ആയിട്ടുള്ള സംഭവങ്ങൾ, അത് ഇത് വരും, വാതകങ്ങൾ വരും അല്ലേ, അതുപോലെ തന്നെ എലമെൻറ്റ്സ് വരും. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റവും കുറവാണ് കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ. ഇനി എന്തിനാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്? നമ്മുടെ ലീവ്സിലൊക്കെ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. എന്താണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്? The microscopic pores in the leaves are known as stomata. സ്റ്റൊമാറ്റ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സുഷിരങ്ങളുള്ള ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളെയാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് വാതക വിനിമയം, അതായത് ഗ്യാസസ് എക്സ്ചേഞ്ചിനാണ് സഹായിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ സമയത്തൊക്കെ വാതക വിനിമയം നടക്കണമല്ലോ. ഇറ്റ്സ് ത്രൂ ദീസ് പോഴ്സ് അറ്റ്മോസ്ഫിയർ എയർ എൻറ്റേഴ്സ് ഇൻ ദ പ്ലാന്റ്. എയർ എന്ത് ചെയ്യണം? പ്ലാന്റ്സിലേക്ക് എയർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സഹായിക്കുന്നത്. Oxygen produced as a result of photosynthesis is also released through these pores. അപ്പോൾ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഫോട്ടോസിന്തസിസിൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഓക്സിജനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോറിലൂടെയാണ് റിലീസ് ചെയ്യുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചിട്ടാണ് ഓക്സിജൻ പുറത്തു വിടുന്നത്. അപ്പോൾ ഇങ്ങനെ അതിന് വേണ്ടി സഹായിക്കുന്ന ഒരു സുഷിരം, അതിന് ഓക്സിജനൊക്കെ പുറത്തു വിടുന്നതിന് സഹായിക്കുന്ന ഒരു ചെറിയൊരു പോറുണ്ട്, അതിനെയാണെന്ന് പറയുന്നത് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം അല്ലേ, ഡേലാണെന്നുണ്ടെങ്കിൽ സസ്യങ്ങൾ എന്താണ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ നൈറ്റിലാണെന്നുണ്ടെങ്കിലോ, നൈറ്റിൽ എന്താണ് ചെയ്യുന്നത്? ഓക്സിജനെ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടാണ് ചെയ്യുന്നത്. ഡേലാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു? കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലേക്ക് എടുക്കും അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലേക്ക് എടുക്കും, എന്നിട്ട് ഓക്സിജൻ പുറത്തുവിടാം. അതായത് ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കും, എന്നിട്ട് ഓക്സിജനെ പുറത്തുവിടാം. നൈറ്റിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഓക്സിജനെ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടാണ് ചെയ്യുന്നത്. ഇനി ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സസ്യങ്ങളും ഓരോന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ചില സസ്യങ്ങളാണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ മടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വേറെ സസ്യത്തിൻ്റെ ഫുഡ് എടുത്തിട്ട് മോഷ്ടിക്കുന്നുണ്ട്. ചില സസ്യങ്ങളാണെന്നുണ്ടെങ്കിലും ഫുഡ് ഉണ്ടാക്കാനുള്ള സാധന സാമഗ്രികൾ മാത്രം മോഷ്ടിക്കുന്നുള്ളൂ, ബാക്കി ആൾ ഫുഡ് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് നെയിംസ് ഒക്കെ ഉണ്ട് നമ്മുടെ പഠിക്കാൻ പോകുന്ന കുറച്ച് ടേംസുകൾ നമുക്ക് നോക്കാം. മാംഗോ ട്രീയിൽ എന്തുണ്ടാവാറുണ്ട്? മാംഗോ ട്രീയിൽ കുറച്ച് സസ്യങ്ങളൊക്കെ എന്താണ്, മരവാഴൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ, അതുപോലെ തന്നെ ഓർക്കിഡൊക്കെ ഉണ്ടാവാറുണ്ട്, ഇത്തിൾ കണ്ണി എന്നിവയൊക്കെ ഉണ്ടാകാറുണ്ട്. വാണ്ട എന്നൊക്കെ ഉണ്ട് പറയുന്നത്. ഇനി ദ സ്മോൾ റൂട്ട് ഹെൽപ്സ് ദ വാണ്ട ടു ഗ്രോ ബൈ ക്ലിഞ്ചിങ് ഓൺ ടു ദ ട്രീ അല്ലേ. ട്രീമേ എന്ത് നടക്കുന്നുണ്ട്? ചെറിയൊരു സ്മോൾ റൂട്ടായിട്ട് ഇത് ഗ്രോ ചെയ്യുന്നുണ്ട്. ദ തിക്ക് റൂട്ട്സ് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. എന്താ ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിൽ നിന്നും ഈ നല്ല കട്ടിയുള്ള വേരുകളായിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ നിന്നും ഈ ഈർപ്പങ്ങൾ എന്താ ചെയ്യുകയാണ്? അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദേ ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് പ്ലാന്റ്സ് ഓൺലി ഫോർ ഹാബിറ്റേറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ആക്കുന്നത്? ദേ ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ്ലി പ്ലാന്റ്സ് ഓൺലി ഫോർ ഹാബിറ്റേറ്റ്. അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി അല്ലേ, അവർക്ക് അവരുടെ ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് എപ്പിഫൈറ്റ്സ്. അപ്പോൾ എപ്പിഫൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? വാസസ്ഥലത്തിന് വേണ്ടി മാത്രം, അതായത് അവർക്ക് പ്ലേസിന് വേണ്ടി, അവർക്ക് വാസസ്ഥലം, അതായത് ഹാബിറ്റേറ്റിന് വേണ്ടി മാത്രം
സസ്യങ്ങളെ ആശ്രയിക്കുന്നതിനെയാണെന്ന് പറയുന്നത് എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഓർക്കിഡ്സ് ആർ എക്സാമ്പിൾ ഓഫ് എപ്പിഫൈറ്റ്സ്. അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഓർക്കിഡ്സ് എന്ന് പറയുന്നത് എപ്പിഫൈറ്റ്സിന് എക്സാമ്പിളാണ്. അതായത് അവർക്ക് ഫുഡിന് ആവശ്യമൊന്നുമില്ല, അവർ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കോളും. പക്ഷേ ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് നിൽക്കാനായിട്ടൊരു സ്ഥലം വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓരോ ഏതെങ്കിലും ഒരു മരത്തുമ്മൽ ആശ്രയിക്കുന്നത്. അപ്പോൾ അതിനെയാണ് എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ദേ ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് പ്ലാന്റ്സ് ഓൺലി ഫോർ ഹാബിറ്റേറ്റിന് വേണ്ടി മാത്രം ഉള്ള സസ്യങ്ങളാണ് അല്ലേ. ഇനി നോക്കി ലൊറാന്തസ് നൽകിയിട്ടുണ്ട്, ലോയിറ്റിൽക്കണ്ണിയൊക്കെ നൽകിയിട്ടുണ്ട് അല്ലേ. എന്താണ് ലൊറാന്തസ് എന്ന് വെച്ചാൽ? ലൊറാന്തസ് മേക്ക് ഇറ്റ്സ് ഓൺ ഫുഡ് ബൈ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നും ഫുഡ് എടുക്കുകയാണ് അല്ലേ. വാട്ടറും അതുപോലെ തന്നെ മിനറൽസൊക്കെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെയർഫോർ പ്ലാന്റ്സ് ലൈക്ക് ലൊറാന്തസ് ആർ കോൾഡ് സെമി പാരസൈറ്റ്. എന്ന് വെച്ചാൽ എന്താണ്? അവർ ഫുഡൊന്നും കക്കണില്ല, ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം അതുപോലെ തന്നെ കുറച്ച് മിനറൽസാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇതിനെയാണ് സെമി പാരസൈറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കി മൂടില്ലാത്ത ആളി അല്ലെങ്കിൽ കസ്കറ്റ നൽകിയിട്ടുണ്ട്. കസ്കറ്റ പ്ലാന്റ് ഹാവ് റൂട്ട്സ് ദാറ്റ് ക്യാൻ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. ദി ആർ കോൾഡ് ടോട്ടൽ പാരസൈറ്റ്. ടോട്ടൽ എന്ന് വെച്ചാൽ എന്നാൽ ഫുള്ളായിട്ട് എടുക്കുകയാണ് അല്ലേ. അതായത് അവരുടെ ഫുള്ള് മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. മൂടില്ലാത്ത ആളി അല്ലെങ്കിൽ കസ്കറ്റ പ്ലാന്റ്സ് ഹാവ് റൂട്ട്സ് ദാറ്റ് ക്യാൻ അബ്സോർബ് ന്യൂട്രിയൻ ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. ദി ആർ കോൾഡ് ടോട്ടൽ പാരസൈറ്റ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്താ മനസ്സിലായി? ഓൾ ലിവിങ് ബീയിങ്സ് ഇൻ നേച്ചർ ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ടു സർവൈവ് അല്ലേ. അവർക്ക് എല്ലാ കാര്യത്തിനും സർവൈവ് നിൽക്കുന്നതിന് വേണ്ടിയും വാസസ്ഥലത്തിന് വേണ്ടിയും ഫുഡിന് വേണ്ടിയും ഒക്കെ പല സസ്യങ്ങളെയും ജന്തുക്കളെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് മനസ്സിലായി. ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്ന. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.